ഹായ് ഫ്രണ്ട്, നമ്മളിപ്പോൾ ഉള്ളത് ദാദർ റെയിൽവേ സ്റ്റേഷനിലാണ്. ദാദർ മാർക്കറ്റിന് തൊട്ട് പിറകിലായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണിത്. ബാർകോഡ് വഴി പേയ്മെന്റ് നടത്തി നമുക്കിവിടെ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. മുംബൈ സിറ്റിയിലും പരിസരങ്ങളിലും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സർവീസാണിത്. ഓരോ മിനിറ്റിലും ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നതായി കാണാം. പതിനായിരക്കണക്കിന് ആളുകളാണ് ഡെയിലി ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ട്രെയിനിൽ കയറാൻ തന്നെ പറ്റാറില്ല. അത്രത്തോളം തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് മുംബൈയിൽ ലോക്കൽ ട്രെയിനിലും യാത്ര ചെയ്യുന്നത്. ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലോട്ട് പോകാനായി വെറും 5 രൂപ മുതൽ ടിക്കറ്റ് ലഭിക്കും. അത്യാവശ്യം നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്നതിനാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കും. മുംബൈയിലെ ഹെവി ട്രാഫിക്കിൽ റോഡിൽ കൂടി പോകുന്നതിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഈ ലോക്കൽ ട്രെയിനുകൾ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ചീപ്പ് റേറ്റിൽ വളരെ കുറഞ്ഞ സമയം മതി എന്നുള്ളതാണ്. മുംബൈ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മുംബൈയുടെ യഥാർത്ഥ ചിത്രം കാണാൻ സാധിക്കും. ഒരു സൈഡിൽ വലിയ വലിയ ബിൽഡിങ്ങുകളാണെങ്കിൽ മറു സൈഡിൽ ചെറിയ ചെറിയ പ്രദേശങ്ങളും കാണാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനും ഏറ്റവും വലിയ ചേരികളും കാണപ്പെടുന്ന സ്ഥലമാണ് മുംബൈ. ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വീഡിയോയുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.